സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പേർഷ്യൻ ഭാഷയിലെ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന ട്രംപിന്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഭാഷയുടെ കാര്യത്തിലും ഇറാന്റെ ആവശ്യത്തിന് ട്രംപ് വഴങ്ങി. നെതന്യാഹുവിന്റെ നെഞ്ച് തകർന്നു പോകുന്ന ദൃശ്യം കൂടിയാണ് ഇത്. ഇറാന്റെ തന്ത്രപരമായ വിജയത്തിന്റെ വ്യക്തമായ സൂചകവും. നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കാര്യവും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കയ്യിൽ അല്പം ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ഫ്രാൻസിൽ ഒപ്പിട്ട ധാരണാപത്രത്തിൽ ഇറാനിൽ ഇരുന്ന് ഡിജിറ്റലായി പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ഒപ്പിട്ടു. ഇതോടെ ഹോർമൂസ് തുറന്നു, എണ്ണവില കുറഞ്ഞു, വിപണിയിലെ പിരിമുറുക്കങ്ങൾ ഓരോന്നായി കുറഞ്ഞു വരുന്നു, എല്ലാം സാധാരണ നിലയിലേക്ക് ആകുന്നു. അപ്പോഴും ഈ സമാധാന ധാരണാപത്രം നെതന്യാഹുവിൻ്റെ മാത്രം പരാജയമായി മാറുന്നു. ഒരുപക്ഷെ 76-കാരനായ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയമായ അന്ത്യവും ആയി തീരാം ഈ കരാർ എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഒക്ടോബറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് വൻ പരാജയമാണെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇറാൻ നെതന്യാഹു എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അന്തകനായി കൂടി മാറുകയാണ്. അതിനുവേണ്ടി ഇറാൻ കളിച്ച കളികളുടെ വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. നെതന്യാഹു വെറുതെ ഇരിക്കുന്നില്ല. ഇറാനിൽ പുതിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള നിഴൽ തന്ത്രങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ പയറ്റുന്നത്. സമാധാന കരാറിനെതിരെ ഇറാനിലെ തീവ്ര നിലപാടുകാരെ ഇളക്കിവിടുന്നത് മൊസാദ് ചാരന്മാരാണ് എന്നാണ് റിപ്പോർട്ട്. ഇത് തിരിച്ചറിഞ്ഞുള്ള നീക്കങ്ങൾ ഇറാനും തുടങ്ങിക്കഴിഞ്ഞു. ഈ പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. MOUവിലെ ധാരണകളിൽ എന്ന പോലെ ഭാഷയിലും ഇറാന്റെ ആവശ്യം തന്നെ വിജയിച്ചു എന്ന് പറയാം. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കടുത്ത നിബന്ധനകളെ തുടർന്നാണ് ധാരണാപത്രത്തിന്റെ ഔദ്യോഗിക പകർപ്പ് പേർഷ്യൻ ഭാഷയിൽ കൂടി തയ്യാറാക്കിയത്. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള വ്യാഖ്യാന വ്യത്യാസങ്ങൾ ഒഴിവാക്കാനും ഇറാനിലെ സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് പേർഷ്യൻ ഭാഷയിലുള്ള പകർപ്പ് വേണമെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നത്. ഇംഗ്ലീഷിലും പേർഷ്യൻ ഭാഷകളിലുമുള്ള ധാരണാപത്രത്തിന് തുല്യമായ ഔദ്യോഗിക സാധുതയുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ചാണ് ട്രംപ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പേർഷ്യൻ ഭാഷയിലുള്ള ഔദ്യോഗിക രേഖകളിൽ ട്രംപ് ഒപ്പുവെക്കുന്നതിൻ്റെ വീഡിയോ വൈറ്റ് ഹൗസ് തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഇതിനുശേഷമാണ് നെതന്യാഹുവിൻ്റെ തലയ്ക്ക് തന്നെ അടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വന്നത്. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ മിസൈലുകൾ ഉള്ളപ്പോൾ ഇറാന് മാത്രം അതില്ലാതിരിക്കുന്നത് അല്പം അനീതിയാണ്. സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കയ്യിലൊക്കെ മിസൈലുകൾ ഉണ്ടെങ്കിൽ അതിന് ആനുപാതികമായ അളവിൽ ഇറാൻ്റെ കയ്യിലും കുറച്ച് മിസൈലുകൾ ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ബാലിസ്റ്റിക് മിസൈലുകളും ആണവായുധങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, എന്നാൽ മിസൈലുകൾ അങ്ങനെ അല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുടെ കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ള കാര്യമാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം, ആണവായുധ വിഷയത്തിനൊപ്പം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും പരിമിതപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ട്രംപും നെതന്യാഹുവും ഇറാനെ ആക്രമിച്ചത്. അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇറാന് മിസൈലുകൾ കൈവശം വെക്കാം, ഇല്ലെങ്കിൽ അതൊരു അനീതിയാണ് എന്ന്. സത്യത്തിൽ ട്രംപിൻ്റെ പ്രസ്താവന നെതന്യാഹുവിനെ ഊരാക്കുടുക്കിലേക്ക് തള്ളിവിടുകയാണ്. ഇറാൻ അമേരിക്ക സമാധാന കരാർ തന്നെ നെതന്യാഹുവിന് പ്രതിസന്ധിയാണ്. അതിനൊപ്പമാണ് ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകളും. ലെബനനിലെ ആക്രമണം നിർത്തണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം തുടരണമെന്ന സ്വന്തം സർക്കാരിലെ തീവ്ര നിലപാടുകാരുടെ ആവശ്യം. അതിനിടയിൽപ്പെട്ട് കുഴഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ നെതന്യാഹു. ഒക്ടോബർ 7 സുരക്ഷാ വീഴ്ചകളുടെ ആക്ഷേപത്തിൽ നിന്നും അഴിമതി കേസുകളുടെ പ്രതിച്ഛായ നഷ്ടത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇറാനെ ആക്രമിച്ച് അതിൽ വിജയം നേടാൻ ട്രംപിനൊപ്പം നെതന്യാഹു ഇറങ്ങിപ്പുറപ്പെട്ടത്. സത്യത്തിൽ രണ്ടുപേർക്കും രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളായിരുന്നു ഇറാനെ ആക്രമിക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്യം. ഒക്ടോബറിലെ ഇസ്രയേൽ പൊതു തിരഞ്ഞെടുപ്പും നവംബറിലെ അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പും. ആണവ വിഷയങ്ങളും ഇറാൻ മിസൈൽ ശക്തിയുമെല്ലാം യഥാർത്ഥ കാരണങ്ങളെ ഒളിച്ചു വയ്ക്കാനുള്ള മറകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇറാനെ പെട്ടെന്ന് തന്നെ ആക്രമിച്ചില്ലാതാക്കി ആ പ്രതിച്ഛായയിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാമെന്നാണ് നെതന്യാഹുവും ട്രംപും ഒരുപോലെ കരുതിയത്. ഇറാനെതിരായ വിജയം എളുപ്പത്തിലാക്കാൻ വേണ്ടിയാണ് ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവിനെ തന്നെ വധിച്ചത്. പക്ഷേ ഘടനാപരമായ നേതൃത്വമുള്ള ഇറാന്റെ പോരാട്ടവീര്യവും ഭൂമിശാസ്ത്രപരമായ ആയുധങ്ങളും ചർച്ചാ തന്ത്രങ്ങളും ട്രംപും നെതന്യാഹുവും വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് മുൻ പ്രസിഡന്റുമാർ ആരും ഇറാനെ നേരിട്ട് ആക്രമിക്കാത്തത് എന്നത് പെട്ടെന്ന് തന്നെ ട്രംപിന് മനസ്സിലായി. അതുകൊണ്ടാണ് സമാധാന കരാറിന് വേണ്ടി ട്രംപ് മധ്യസ്ഥരെ ഇറക്കി കളിച്ചത്. പക്ഷേ ഇറാൻ പിന്നീട് കളിച്ചത് കൃത്യമായ ഗെയിം പ്ലാനോടെയുള്ള കളിയായിരുന്നു.
ചർച്ചകൾ മാക്സിമം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇറാൻ വിജയിച്ചു. ഇറാന്റെ ഈ തന്ത്രവും നേരത്തെ പറഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമാക്കി തന്നെയായിരുന്നു. അതായത് ഇറാൻ പ്രയോഗിച്ച മറുതന്ത്രവും ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്രായേലിലെ പൊതു തെരഞ്ഞെടുപ്പും അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിനെയും ലക്ഷ്യമാക്കി തന്നെയായിരുന്നു. യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ നില പരുങ്ങലിലാകുമെന്ന് ഇറാൻ നയതന്ത്രജ്ഞർ അല്ലെങ്കിൽ ഇറാന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ കണക്കുകൂട്ടി. തങ്ങൾക്കെതിരായ വിജയമില്ലാതെ നെതന്യാഹുവിനും തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും ഇറാൻ മനസ്സിലാക്കി. അതിനാലാണ് ചർച്ചകൾ നീട്ടി ട്രംപിനെ സമ്മർദ്ദത്തിലാക്കിയത്. ഇതോടെ സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കിയ ട്രംപ് എങ്ങനെയെങ്കിലും ഒരു കരാർ എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തി. കരാർ തെരഞ്ഞെടുപ്പ് മാസത്തിലേക്ക് കൂടുതൽ അടുത്താൽ ട്രംപ് തങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുമെന്ന് ഇറാൻ ഉറപ്പായിരുന്നു. അത് തന്നെയാണ് ഒടുവിൽ സംഭവിച്ചത്. ട്രംപ് നൈസായി ഇങ്ങനെ ഊരിപ്പോയപ്പോൾ കുരുങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെതന്യാഹു ആണ്. ട്രംപിനെ തള്ളിപ്പറയാനും കഴിയില്ല, അനുകൂലിക്കാനും കഴിയാത്ത ചക്രവ്യൂഹത്തിലാണ് സത്യത്തിൽ നെതന്യാഹു അകപ്പെട്ട് നിൽക്കുന്നത്. അത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. നമുക്കറിയാം 2015 ഒബാമ ഇറാനുമായി ആണവ കരാർ ഒപ്പുവെച്ചപ്പോൾ നെതന്യാഹു അതിനെ പരസ്യമായി എതിർത്തിരുന്നു. അന്ന് അതായത് 2015 അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച നെതന്യാഹുവിന്, അതായത് ഒബാമയെ വിമർശിച്ചുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച നെതന്യാഹുവിന് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റുകളുടെയും പിന്തുണയില്ലാത്ത അവസ്ഥയിലാണ് നെതന്യാഹു ഉള്ളത്. ഇറാനെതിരെ വേഗത്തിലൊരു വിജയം നേടുക, സെപ്റ്റംബറിൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കുക, ട്രംപിനെ ഇസ്രായേലിലേക്ക് എത്തിക്കുക, ഈ പ്രതിച്ഛായ വോട്ടുകളാക്കി മാറ്റി ഒക്ടോബറിൽ വീണ്ടും അധികാരത്തിൽ വരിക എന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ പദ്ധതി. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിൻ്റെ ശില്പിയായി സ്വയം മാറാനായിരുന്നു നെതന്യാഹുവിൻ്റെ ശ്രമം. എന്നാൽ അതെല്ലാം ഇറാൻ തല്ലി ഉടച്ചു. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഇപ്പോൾ നെതന്യാഹു വിരുദ്ധനെ പോലെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം ഇറാൻ ഇഫക്റ്റാണ്. ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നെതന്യാഹു ഇനി രാഷ്ട്രീയത്തിൽ തുടരണമോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ട്രംപിൻ്റെ അഭിമുഖങ്ങളും നെതന്യാഹുവിനെ അല്ലെങ്കിൽ ട്രംപിൻ്റെ BBയെ പാടെ ഞെട്ടിച്ചു കളഞ്ഞു. നെതന്യാഹു അനുകൂലികളെല്ലാം കടുത്ത രോഷത്തിലാണ്. നെതന്യാഹുവിൻ്റെ ജനപ്രീതിയും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. സർവേകളെല്ലാം പറയുന്നത് നെതന്യാഹു പൊതു തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നുള്ള കാര്യമാണ്. മാത്രമല്ല, സർക്കാരിലെ തീവ്ര നിലപാടുകാരും ആകെ ഉടക്കി നിൽക്കുകയാണ്. അവരും കൂടി കൈവിട്ടാൽ അടുത്ത പ്രധാനമന്ത്രി പദം നടക്കാത്ത സ്വപ്നമായി മാറുമെന്ന് നെതന്യാഹുവിന് അറിയാം. അല്ലെങ്കിൽ തന്നെ ഈ മുന്നണി മാറിക്കളിക്കുന്നതിൽ അഗ്രഗണ്യനാണ് നെതന്യാഹു. ആ രീതിയിലാണ് അദ്ദേഹം ഇത്രയും നാളായി ഈ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അഴിമതി കേസുകളും മറ്റുമൊക്കെ വന്ന് അത് ജയിലിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് നെതന്യാഹുവിനെ തള്ളിവിടും. ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അഴിമതി കേസുകളിൽ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ തീവ്ര നിലപാടുകാരെ പ്രീതിപ്പെടുത്താൻ ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെ നെതന്യാഹു ആക്രമണം തുടരുന്നത്. പക്ഷേ ഇത് നിർത്തണമെന്ന് ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ഇറാൻ പലവട്ടം ട്രംപിന് മുന്നറിയിപ്പും നൽകി. അതായത് ഇനിയും ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കരാറൊന്നും തങ്ങൾ നോക്കില്ല, ഇസ്രായേലിനെതിരെ തങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ്റെ ഉന്നത നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് നെതന്യാഹുവിന് മുകളിൽ ലെബനനിലെ ആക്രമണം നിർത്താൻ കടുത്ത സമ്മർദ്ദം ചെലുത്തി വരുന്നത്. എന്നാൽ നെതന്യാഹുവിന് അതിന് വഴങ്ങാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ലെബനനിലെ സൈനിക നീക്കം തുടരുമെന്ന് തന്നെയാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. മാത്രമല്ല, ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സൈനിക വിജയം നേടിയെന്നും നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ പ്രതിപക്ഷം കടുത്ത ആക്രമണമാണ് ഈ ഒരു അവസരം മുതലാക്കി നെതന്യാഹുവിനെതിരെ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് പാർലമെന്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഒന്നുകിൽ അമേരിക്കയുമായി നാശോന്മുഖമായ ഒരു ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ പൂർണ്ണമായി പണയം വെച്ചുകൊണ്ടുള്ള കീഴടങ്ങൽ. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലാണ് നെതന്യാഹു എന്നാണ് ഈ യായിർ ലാപ്പിഡ് പറഞ്ഞത്. ഇതെല്ലാം കൊണ്ട് തന്നെ നെതന്യാഹു കടുത്ത പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത്. മാത്രമല്ല, ട്രംപ് നെതന്യാഹു പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യതയെന്നും മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ മറ്റു ചിലർ പറയുന്നത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ട്രംപ് നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതൊരു കളിയല്ല, അങ്ങനെ ഒരു കളിയായിട്ട് കണക്കാക്കണ്ട. ഇരുവരും തമ്മിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. നെതന്യാഹു തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അതായത് പൊതു തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നെതന്യാഹുവിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ട്രംപ് മാറിയത് എന്നാണ് മറ്റു ചിലർ വിലയിരുത്തുന്നത്. ഇതിനിടയ്ക്കാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അമേരിക്കയുമായുള്ള കരാർ കീഴടങ്ങലാണെന്നും അബ്ബാസ് അരാക്ചിയും ഈ മസൂദ് പെഷഷ്കിയാനും ഇറാനെ അമേരിക്കയ്ക്ക് അടിയറ വെച്ചു എന്നുള്ള ഒരു നറേറ്റീവാണ് മൊസാദും സംഘവും ഇപ്പോൾ ഇറാനിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാനിലെ ചില തീവ്ര നിലപാടുകാർ ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് മൊസാദും ആഗ്രഹിക്കുന്നത്. ഇറാനിൽ വലിയൊരു ആഭ്യന്തര സമ്മർദ്ദം ഉണ്ടാക്കി അടുത്ത 60 ദിവസം നടക്കുന്ന ചർച്ചയിൽ ഇറാനെ കൊണ്ട് കടുത്ത നിലപാടെടുപ്പിച്ച് അന്തിമ കരാർ അലങ്കോലപ്പെടുത്തുക എന്നതാണ് മൊസാദിൻ്റെയും അതിലൂടെ നെതന്യാഹു സംഘത്തിൻ്റെയും ലക്ഷ്യം. എന്നാൽ മാത്രമാണല്ലോ അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കുക, ഇസ്രയേലിന് അതിനൊപ്പം ചേരാൻ കഴിയുക, പഴയ രീതിയിലേക്ക് ട്രംപ് നെതന്യാഹു ബന്ധം കൊണ്ടുവരാൻ കഴിയുക. ഇത് തിരിച്ചറിഞ്ഞ തീവ്ര നിലപാടുകാരെ അനുനയിപ്പിക്കാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള ചർച്ചകളെ കീഴടങ്ങലായി തീവ്ര നിലപാടുകാരായ ഗ്രൂപ്പുകൾ കാണുമ്പോൾ കാലിബാഫ് അതിനെ തിരുത്തുന്നത് നമ്മൾ യുദ്ധക്കളത്തിൽ നേടിയ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ദുർബലരായതുകൊണ്ടല്ല, മറിച്ച് ശക്തരായതുകൊണ്ടാണ് ചർച്ചയ്ക്ക് അമേരിക്ക വിളിച്ചത് എന്നും കാലിബാഫ് വിശദീകരിക്കുന്നു. ചർച്ചകൾ മുടക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ അജണ്ട നടപ്പാക്കാനാണ് നോക്കുന്നത് എന്നുള്ള കൃത്യമായ കാര്യവും കാലിബാഫ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയെ തീർത്തും വിശ്വസിച്ചല്ല ധാരണാപത്രത്തിൽ നമ്മൾ ഒപ്പിട്ടിട്ടുള്ളത്. ഇറാന് ഹിതകരമല്ലാത്ത നീക്കം എന്തുണ്ടായാലും ധാരണാപത്രം നോക്കില്ല എന്നും തിരിച്ചടിക്കുമെന്നും കാലിബാഫും ഇറാൻ്റെ ഉന്നത നേതൃത്വവും ആവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ മൊസാദിൻ്റെ തന്ത്രങ്ങളെ, ജനങ്ങൾക്കിടയിൽ മൊസാദ് സൃഷ്ടിച്ചിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള തന്ത്രങ്ങളെ, അല്ലെങ്കിൽ തീവ്ര നിലപാടുകാരെയും മറ്റ് അല്ലാതെ ഈ ഒരു കരാറിനെ അംഗീകരിക്കുന്നവരും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥയെ ലഘൂകരിക്കാനുള്ള നീക്കങ്ങളാണ് കാലിബാഫിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ പുതിയ പ്രസ്താവനകളും കുരുക്കിലാക്കുന്നത് നെതന്യാഹുവിനെയാണ്. നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ അന്ത്യം ആസന്നമായി എന്നാണ് പല അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇറാന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി മറുതന്ത്രം പയറ്റാൻ നെതന്യാഹുവിന് ആയില്ല എന്നും പലരും നിരീക്ഷിക്കുന്നു. നെതന്യാഹുവിൻ്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. ട്രംപിനെതിരെ നെതന്യാഹു വിമർശനം ഉന്നയിക്കുമോ എന്നതും ചോദ്യമാണ്. മാത്രമല്ല, ലെബനനിൽ വീണ്ടും ആക്രമണം നടത്തുന്ന നെതന്യാഹുവിനെതിരെ ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കും, കടുത്ത നിലപാടിലേക്ക് ട്രംപ് പോകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണണം. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.